അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 129. നിനക്കെന്റെ പെണ്ണിനെ വേണം അല്ലേ ചരൺ? വന്യമായ പുഞ്ചിരിയോടെ അവൻ ചോദിക്കുന്നതിനോടൊപ്പം അഗ്നി അവന്റെ നെഞ്ചിൽ നിന്ന് കാലുയർത്തി അവന്റെ ഷോൾഡറിലേക്ക് ഊക്കോടെ ചവിട്ടി. കിച്ചു വേദന സഹിക്കാൻ വയ്യാതെ ഉറക്കെ അലറി, ഡാ! അലൻ അഗ്നിയെ അടിക്കാനായി കൈയുയർത്തി. അതേസമയം തന്നെ അഗ്നി കൈമുഷ്ടി ചുരുട്ടി അവന്റെ കവിളടച്ചൊന്നു കൊടുത്തു. അലന്റെ വായിന്ന് കൊഴുത്ത രക്തം പുറത്തേക്കൊഴുകി. ഷോൾഡറിൽ പിടിച്ച് ഉറക്കെ അലർന്ന കിച്ചുവിന്റെ തലമുടിയിൽ അഗ്നിയുടെ കൈകൾ മുറുകി. ആ അഗ്നി! കിച്ചു പല്ല് കടിച്ചു. പക്ഷെ അഗ്നി അവനെ അങ്ങനെ തന്നെ മലർത്തി അവന്റെ നെഞ്ചും കൂടെ നോക്കി കൈമടക്കി ഇടിച്ചു. ശരീരം ഒന്നാകെ സഹിക്കാൻ കഴിയാത്തൊരു വേദന ഉയരുന്നത് കിച്ചു അറിഞ്ഞു. അഗ്നി എന്നിട്ടും അവനെ വിടാതെ അവന്റെ കാലിന് ചവിട്ടി അവനെ അങ്ങനെ തന്നെ എടുത്ത് ഭിത്തിയിലേക്ക് അടിച്ചു. കിച്ചു അട്ട പുളയുന്നത് പോലെ പുളഞ്ഞുപോയി. കണ്ണുകൾ വേദന കൊണ്ട് മിഴിഞ്ഞു വന്നു. അഗ്നി ഒരുതരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ. അവൻ ടേബിളിലിരുന്ന ഒരു ബോട്ടിലെടുത്ത് പാഞ്ഞു ചെന്ന് കിച്ചുവിന്റെ തലയും നെറ്റിയും ചേർത്ത് വീശിയടിച്ചു. കിച്ചു തലപൊത്തി ഇരുന്നു കൊണ്ട് ഉറക്കെ അലറി. അവന്റെ തലയിൽ നിന്നും രക്തമൊഴുകി. നിനക്കെന്റെ കുഞ്ഞിനെ വേണം അല്ലട നായെ, എടുക്കടാ നീ അവളെ! കലിയോടെ കിച്ചുവിനോട് പറയുന്നതിനോടൊപ്പം അഗ്നി കസേരയെടുത്ത് അവന്റെ കാലിലേക്ക് വീശിയടിച്ചു. എത്രയൊക്കെ അവനെ തല്ലിയിട്ടും ചവിട്ടിയിട്ടും മതിയാവാത്തതുപോലെ അഗ്നി അവനെ ചവിട്ടിക്കൂട്ടി. കിച്ചുവിൽ നേർത്ത ഞരക്കങ്ങൾ മാത്രം ബാക്കിയായി. അവൻ കിച്ചുവിനെ നോക്കി പുച്ഛിച്ചു. ഏട്ടാ! പെട്ടെന്ന് പുറകിൽ നിന്നും അലർച്ചയോടെയുള്ള അപ്പുവിന്റെ ശബ്ദം. അഗ്നി പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും റോഷൻ അവന്റെ കയ്യിലുള്ള ബോട്ടിൽ പീസ് കൊണ്ട് അഗ്നിക്ക് നേരെ വീശിയിരുന്നു. അവന്റെ കണ്ണുകളെ തുളച്ചു കയറേണ്ട ആ ചില്ല് നേരെ അഗ്നിയുടെ കവിളിൽ പാടുകൾ തീർത്തു. അഗ്നി വേദനയോടെ ഒന്ന് പറഞ്ഞു, പന്ന നായെ, എന്റെ ഏട്ടനെ തൊടുകൂടാ നീ! അപ്പു പാഞ്ഞു ചെന്ന് റോഷന്റെ തലമുടിയിൽ പിടിച്ച് അവന്റെ തല ഭിത്തിയിലേക്ക് ഊക്കോടടിച്ചു. റോഷൻ തലപൊത്തിപ്പിടിച്ച് അലറി. അപ്പു! അഗ്നി വിളിച്ചു. പോയേട്ടാ, ഈ മൈനെ ഞാനിന്ന് കൊല്ലും! അപ്പു പറഞ്ഞു. അവന്റെ വായിന്ന് വന്ന തെറി കേട്ട് അഗ്നിക്ക് ചിരി വന്നു പോയി. അവന്റെ വായിൽ നിന്നും അങ്ങനെയൊന്നും വരാറില്ല. പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അപ്പുവിന് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം വന്നത്. അവൻ നാക്ക് കടിച്ചുകൊണ്ട് അഗ്നിയെ പാളി നോക്കി. അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് അഗ്നി. സോറി ഏട്ടാ, എല്ലാത്തിനും കാരണം ഈ പന്നിയാ! അതും പറഞ്ഞ് അപ്പു റോഷന്റെ തല ഒന്നുകൂടി ഭിത്തിയിലേക്ക് ഊക്കോടടിച്ചു. അവൻ അലറി. അപ്പു അവന്റെ തലമുടിയിൽ നിന്നും പിടിവിട്ടതും റോഷൻ നിലത്തേക്ക് വീണു. ഓ, ഇവനെ ഞാനിന്ന്! എടാ അപ്പു! അപ്പു റോഷനെ തല്ലിയത് കണ്ട് ഓടി വന്ന വ്യാസ് അവനെ ദേഷ്യത്തോടെ വിളിച്ചു. എന്താടാ? അപ്പു ചോദിച്ചു. എന്ത്? വ്യാസ് ശബ്ദമുയർത്തി. ഓ, വ്യാസേട്ടനായിരുന്നോ? സോറി മാൻ. എന്താ? അവൻ ഇളിയോടെ ചോദിച്ചു. കുന്തം നിന്നോട് വന്ന് അഗ്നിയെ പിടിച്ചു മാറ്റാൻ പറഞ്ഞപ്പോ നീ കൂടി വന്ന് തല്ലുണ്ടാക്കുന്നോടാ ഇവിടെ! വ്യാസ് പല്ല് കടിച്ചു. ഇവനേട്ടനെ പുറകിന്ന് കുത്താൻ നോക്കി. അപ്പു റോഷനെ നോക്കി പല്ലിരുമ്മിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ ഒരു ചവിട്ടും കൊടുത്തു. അവൻ വേദനയോടെ ഞരങ്ങി. ഓ, ഇവനെയൊക്കെ മാറടെ ഇങ്ങോട്ട്! വ്യാസ് അപ്പുവിനെ പിടിച്ചു മാറ്റി. നീയൊക്കെ എന്താടാ ഇവിടെ? ഞാൻ പറഞ്ഞതല്ലേ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്! അഗ്നി അപ്പുവിനെ ദേഷ്യത്തോടെ നോക്കി. ഞങ്ങൾക്കൊരു സമാധാനം വേണ്ടേ? ഞാൻ വ്യാസേട്ടനെയും കൂട്ടിക്കൊണ്ടു വന്നു. വന്ന നേരം എന്തായാലും കൊള്ളാം. ഇതിന്റെ ഓണർ വിളിച്ചു പറഞ്ഞിട്ട് പുറത്തു പോലീസ് വന്നിട്ടുണ്ട്. അപ്പു പറഞ്ഞു. ആ, നന്നായി! അഗ്നി ചുണ്ടുകൊട്ടി. ആരാ ആള്? അപ്പോഴേക്കും ഗൗരവം നിറഞ്ഞൊരു പോലീസ് ശബ്ദം അവിടെ ഉയർന്നു. അഗ്നി അയാളെ നോക്കാതെ അങ്ങനെ തന്നെ നിന്നു. ദേ ഇയാളാ സാർ, വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക! പബ്ബിന്റെ ഓണർ പോലീസുകാരനോട് പറഞ്ഞു. ആ, ഞാൻ നോക്കാം! അതും പറഞ്ഞ പോലീസുകാരൻ അവർക്കടുത്തേക്ക് വന്നു. അപ്പുവും വ്യാസും അയാളെ ഉറ്റുനോക്കി. അയാൾ അവരെ ഒന്ന് നോക്കി അഗ്നിയുടെ അടുത്തേക്ക് വന്നു. ഇവനാ സാർ, പബ്ബിന്റെ ഓണർ അഗ്നിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അഗ്നി അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു. പോലീസുകാരൻ അഗ്നിയെ തുറച്ചു നോക്കി. പക്ഷെ അഗ്നിയുടെ നോട്ടം ആ പബ് ഓണറിനെ ആയിരുന്നു. നീ എന്തിനാടാ പോലീസിനെ വിളിച്ചേ? നിന്നോട് ഞാൻ ഇവിടെ എന്ത് നഷ്ടം വന്നാലും പൈസ തരാന്ന് പറഞ്ഞതല്ലേ! അഗ്നി അയാൾക്ക് നേരെ മുരണ്ടു. സർ! അയാൾ പേടിയോടെ ആ പോലീസുകാരന്റെ പുറകിലേക്ക് നിന്നു. അഗ്നിയുടെ നോട്ടവും അയാളിലേക്ക് പോയി. അഗ്നി ആ പോലീസുകാരനെ ഗൗരവത്തോടെ നോക്കി. അയാളും അവനെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് പതിയെ അഗ്നിയുടെ തോളിൽ കൈവച്ചു. അഗ്നി തന്റെ തോളിൽ വെച്ചിരിക്കുന്ന അയാളുടെ കയ്യിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പതിയെ വീണ്ടും അയാളുടെ മുഖത്തേക്ക് നോക്കി. അഗ്നി! അയാൾ വിളിച്ചു. സൂര്യവേദ്! അഗ്നിയും വിളിച്ചു. അതുവരെ ഗൗരവം നിറഞ്ഞ ഇരുവരുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. എവിടെയാടാ നീ പറഞ്ഞവൻ? സൂര്യ അഗ്നിയോട് ചോദിച്ചു. അഗ്നി കിച്ചുവിന് നേരെ വിരൽ ചൂണ്ടി. സൂര്യ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. കിച്ചുവും തളർച്ചയോടെ സൂര്യയുടെ മുഖത്തേക്ക് നോക്കി. ഓ, അപ്പൊ ഇവനാണ് ബാംഗ്ലൂർ നൈക്കാ റേപ്പ് കേസിലെ മെയിൻ പ്രതി അല്ലേ? അതെ സൂര്യ, ഇവനും ദേ ഇവന്മാരും. അതിന്റെ തെളിവെല്ലാം ഞാൻ നിനക്ക് മെയിൽ ചെയ്തിരുന്നല്ലോ. പിന്നെ ഈ അടുത്ത് നടന്ന ഫേക്ക് നോട്ട് കേസില്ലേ, അതിലും ഇവന് പങ്കുണ്ട്. എല്ലാം നിനക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടു. പക്ഷെ റേപ്പ് കേസിലെ കുട്ടി ഇപ്പൊ ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂടാ. അതാ പ്രശ്നം.
എന്തായാലും നീ അയച്ചു തന്ന എവിഡൻസ് കൊണ്ട് ഇവന്മാരെ ഞാൻ മാക്സിമം പൂട്ടും. ഇല്ലെങ്കിൽ ഇവന്മാർക്കുള്ളത് ഞാൻ തന്നെ കൊടുക്കും. സൂര്യയുടെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും 5-6 പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നു. തൂക്കിയെടുത്ത് വണ്ടിയിലിടടോ എല്ലാത്തിനെയും, സൂര്യ പോലീസുകാരോട് ആജ്ഞാപിച്ചു. കോൺസ്റ്റബിൾസ് വന്ന് എല്ലാവരെയും തൂക്കിയെടുത്തു. കിച്ചുവുമായി പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയ പോലീസുകാരന് മുന്നിലേക്ക് അഗ്നി കയറി നിന്നു. കിച്ചു അവനെ തളർന്ന കണ്ണുകൾ ഉയർത്തിയൊന്ന് നോക്കി. ജാമ്യം കിട്ടുമെന്നറിയില്ല, കാരണം ഇതിനു പുറകെ നീ പിച്ചു ചിന്തിയ ഒരുപാട് കുട്ടികളുടെ കേസും നിന്നെ തേടിയെത്തും. ഇനി അഥവാ ജാമ്യം കിട്ടിയാലും നിനക്ക് കുറെ കാലം റെസ്റ്റ് വേണ്ടി വരും. എന്നിട്ടും നീ ഇനി എൻ്റെയോ എൻ്റെ കുഞ്ഞൻ്റെയോ ജീവിതത്തിലേക്ക് വന്നാ ചരൺ, അഗ്നി ഇനി ഒരിക്കൽ കൂടി പറയില്ല, അന്ന് അന്ന് നിന്റെ മരണമായിരിക്കും. അതെന്റെ കുഞ്ഞനാണേ സത്യം. അഗ്നി അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. കിച്ചു ഒന്നും പറയാൻ കഴിയാതെ തല താഴ്ത്തി. തൂക്കിയെടുത്ത് കൊണ്ടുപോടോ, സൂര്യ പോലീസുകാരോട് പറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞതും അവിടെ ഇപ്പോൾ അപ്പുവും വ്യാസും അഗ്നിയും സൂര്യയും പബ്ബിന്റെ ഓണറും മാത്രമേ ഉള്ളൂ. സർ, അവരല്ല, ഇയാളാ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയേ. അയാൾ അഗ്നിയെ ചൂണ്ടി സൂര്യയോട് പറഞ്ഞു. തന്നോട് ഞാൻ പറഞ്ഞതല്ലേടോ അങ്ങോട്ട് മാറി നിൽക്കാൻ. താനെന്തിനാ പോലീസിനെ വിളിച്ച്? താൻ വിളിച്ചില്ലെങ്കിലും പോലീസ് ഇവിടെ വരും. അതും പറഞ്ഞ് അഗ്നി കൈ ചുരുട്ടി അയാളുടെ മൂക്കിലേക്ക് ഊക്കോടെ പഞ്ച് ചെയ്തു. അയാൾ മൂക്ക് പൊത്തിപ്പിടിച്ചലറി. അത് കണ്ട് സൂര്യയുടെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. വ്യാസു അപ്പു ശരിക്കും ചിരിച്ചു പോയിരുന്നു. ആക്ച്വലി ഇങ്ങനെ ഒരു അടിക്കേസിന് എന്നെപ്പോലൊരു ഓഫീസർ വരുന്ന താൻ കരുതിയോടോ? ഞാനിന്ന് ഇങ്ങോട്ട് വന്നത് ദേ ഇവൻ പറഞ്ഞിട്ടാ. അതും ഇപ്പൊ പോയവന്മാരെ പിടികൂടാൻ വേണ്ടി മാത്രം. ബാംഗ്ലൂർ ഒളിവിലായിരുന്നു എല്ലാരും. ഇവിടേക്ക് കേസന്വേഷണം വരുന്ന കരുതി കാണില്ല. അത്രയും വലിയ ക്രിമിനൽസ് അവര്. എത്ര പെൺകുട്ടികളുടെ മാനവും ജീവന ആ പന്ന മക്കള് കാരണം ഇല്ലാതായതെന്നറിയോ? സൂര്യ ഗൗരവത്തോടെ അയാളോട് ചോദിച്ചു. അയാൾ അവനെ മിഴിച്ചു നോക്കി. എനിവേ താങ്ക്സ് അഗ്നി. അതും പറഞ്ഞ് സൂര്യ അഗ്നിയെ കെട്ടിപ്പിടിച്ചു. അവനെ കുടുക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമല്ലേടാ. അഗ്നിയും പുഞ്ചിരിച്ചു. വ്യാസും അപ്പവും പുറത്തേക്ക് നടന്നു. വാ. അതും പറഞ്ഞ് സൂര്യ മുന്നോട്ട് നടന്നു. അഗ്നി പെട്ടെന്ന് സൂര്യയുടെ കൈ പിടിച്ചു. സൂര്യ അവനെ നോക്കി എന്തായെന്ന പോലെ പുരികമുയർത്തി. വേദിൻ രവി എന്തു പറയുന്നു? അഗ്നി കുറുമ്പോടെ സൂര്യയോട് ചോദിച്ചു. സൂര്യ അവനെ നോക്കി പുഞ്ചിരിച്ചു. സൂര്യയുടെ കവിളിലെ ഒറ്റനുണക്കുഴി വിടർന്നു വന്നു. വീട്ടിലുണ്ട്, എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ചെക്കൻ. ഇന്ന് ഇവന്മാരെ കയ്യിൽ കിട്ടുന്നറിഞ്ഞതുകൊണ്ട് വെയിറ്റ് ചെയ്തതല്ലേ ഞാൻ. എല്ലാത്തിനെയും പിടിച്ച് സെല്ലിലിട്ടിട്ട് വേണം എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോവാൻ. സൂര്യയുടെ കണ്ണുകളിൽ ഇവയോടുള്ള പ്രണയം നിറഞ്ഞു. അത് കണ്ട് അഗ്നിയൊന്ന് പുഞ്ചിരിച്ചു. ചെല്ല് ചെല്ല്, അഗ്നി കള്ളച്ചിരിയോടെ പറഞ്ഞു. നിന്റെ പെണ്ണോ? സൂര്യൻ ചോദിച്ചു. അവളും അവിടെ എന്നെ നോക്കി ഇരിക്കുന്നുണ്ടാവും. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അഗ്നി മുന്നോട്ട് നടന്നു. അവന് പിറകെ തന്നെ സൂര്യയും. അപ്പൊ ശരി അഗ്നി, കാണാം. അഗ്നിക്ക് നേരെ ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് സൂര്യ പറഞ്ഞു. ഓക്കെ സൂര്യ, അഗ്നിയും പറഞ്ഞു. സൂര്യയുടെ നോട്ടം അപ്പുവിലേക്ക് നീണ്ടു. അപ്പു അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആരോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതെ സാർ, അവൻ പുഞ്ചിരിച്ചു. ഹേയ്, താൻ സാറെന്നൊന്നും വിളിക്കണ്ടടോ. അഗ്നി എന്നെ പേരല്ലേ വിളിക്കുന്നേ, തനിക്കും അങ്ങനെ വിളിക്കാം. ഇവൻ പറഞ്ഞിട്ടുണ്ട് തന്നെക്കുറിച്ച്, സൂര്യ പറഞ്ഞു. ശരി സൂര്യേട്ടാ, അപ്പു പെട്ടെന്ന് പറഞ്ഞു. സൂര്യ പുഞ്ചിരിച്ചു. അയ്യോ, എന്തൊരനുസരണ. വ്യാസ് അപ്പുവിനെ കളിയാക്കി. അപ്പു വിളിച്ചു കൊടുത്തു. സൂര്യ വ്യാസിനെ നോക്കി. ഇത് വ്യാസ്, എൻ്റെ ഫ്രണ്ട്. അഗ്നി അവനെ സൂര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. സൂര്യ അവന് നേരെ കൈ നീട്ടി. വ്യാസ് പെട്ടെന്ന് ആ കൈയിലേക്ക് കൈ ചേർത്തു. സൂര്യ, നീ പറ്റാവുന്നത് പോലെയെല്ലാം നോക്കണം അവന്മാരുടെ കാര്യം. ഞാനെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ നിന്നോട്. അതുകൊണ്ട് ഇനി അവൻ പുറത്തിറങ്ങിയാൽ ശരിയാവില്ല, അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു. ഞാനെൻ്റെ മാക്സിമം നോക്കാടാ. എന്തായാലും കോർട്ടിൽ ഹാജരാക്കും മുന്നേ ഞാൻ എല്ലാത്തിനും ശരിക്കൊന്ന് കാണുന്നുണ്ട്. പക്ഷെ രക്ഷപ്പെടാൻ നോക്കിയ പ്രതികളെ പിടിച്ച കോലാ പ്രശ്നം, സൂര്യ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അഗ്നിയെ കൂർപ്പിച്ചു നോക്കി. അത് പിന്നെ എൻ്റെ പെണ്ണിനെ കുറിച്ച് തന്തയില്ലായ്മ തരം പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കൂടാ? അഗ്നി ഇളിയോടെ ചോദിച്ചു. അത് വിട്ടേക്ക്, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഒരുത്തനെ കുത്തിയിട്ടിട്ടുണ്ട്, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ ചരണ്ട കാര്യം, എൻ്റെ മോനെ നിനക്കെന്താടാ ഭ്രാന്താണോ? അവനെ ഇനി വല്ല ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കാൻ കൊള്ളാം. അങ്ങനെ ആക്കിയിട്ടുണ്ട് നീ അവനെ. സൂര്യ അതും പറഞ്ഞ് അഗ്നിയുടെ വയറ്റിലേക്ക് കൈച്ചുരുട്ടി കളിയോടെ ഇടിച്ചു. അപ്പോഴേക്ക് നെയ്യുവന്മാരൊക്കെ വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ തീർത്തേനെ പന്നയെ. അഗ്നിയുടെ കൈ ദേഷ്യത്താൽ മുറുകി. കൂൾ മാൻ, നീ കൊടുത്തതിന്റെ ബാക്കി ഞാൻ കൊടുത്തോളാം. ബട്ട് അവന്റെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെ അല്ല. സമയം വരും, സൂര്യ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവന്റെ മീശ പിരിച്ചു വെച്ച് അഗ്നിയെ നോക്കി കണ്ണു ചിമ്മി. അഗ്നി ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് സൂര്യയുടെ ഫോൺ റിങ് ചെയ്തു. സംശയത്തോടെ അവൻ ഫോൺ എടുത്ത് നോക്കി. അതുവരെ ഗൗരവം നിറഞ്ഞ സൂര്യയുടെ മുഖത്ത് നിറഞ്ഞ ചിരി വിരിയുന്നത് കണ്ട് അപ്പുവിന്റെയും വ്യാസിന്റെയും വാ പൊളിഞ്ഞു. അഗ്നി മാത്രം ഒരു കള്ളച്ചിരിയോടെ സൂര്യയെ നോക്കുന്നുണ്ട്. സൂര്യ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. വേദ്. കോൾ എടുത്ത ഉടനെ ഇവിയുടെ ആർദ്രമായ സ്വരം കേട്ടു. പറയടാ, സൂര്യ പറഞ്ഞു. നീ എവിടാ, എന്താ ലേറ്റാവുന്നേ? ഇവ ചോദിച്ചു. സൂര്യയുടെ കണ്ണുകൾ പോലും പുഞ്ചിരിക്കുന്നത് പോലെ തോന്നിപ്പോയി ചുറ്റും നിന്ന് അവനെ നോക്കുന്നവർക്ക്. ഇപ്പൊ വരാടാ ചക്ക.
വേഗം വാടാ കാട്ടാളാ. ഇവി കുറുമ്പോടെ പറഞ്ഞു. ഡാ സൂര്യയുടെ ചുണ്ടു കൂർത്തു. വേദ് പ്ലീസ് വേഗം വാ. ഇവി കൊഞ്ചി. വരുന്നുവിടാ പേടിത്തോണ്ട, നീ വെച്ചോ. സൂര്യ പറഞ്ഞു. ഐ ലവ് യു വേദ്. ഇവി പെട്ടെന്ന് പറഞ്ഞു. സൂര്യ പതർച്ചയോടെ ചുറ്റും നോക്കി. തന്നെ ചൂഴ്ന്നു നോക്കുന്ന അഗ്നിയെയും വ്യാസിനെ അപ്പൂനെയും കണ്ട് അവൻ അവരെ നോക്കി പുരുകമുയർത്തി. മൂന്നാളും ഒന്നുമില്ല എന്ന പോലെ ചുമലുകൂച്ചി. അത് കണ്ട് സൂര്യ ചിരിയോടെ അവരിന്ന് തിരിഞ്ഞു നിന്നു. വേദ് അവന്റെ മറുപടി കേൾക്കാതായതും ഇവി വീണ്ടും വിളിച്ചു. ഐ ടു ലവ് യു ഇവി. ഐ എം ഓൺ ഡ്യൂട്ടി. ഒരു 1 അവറിൻ്റെ ഉള്ളിൽ എത്താം. സൂര്യ പ്രണയത്തോടെ പറഞ്ഞു. ഓക്കെ. ഇവി ചിരിയോടെ പറഞ്ഞു. വെച്ചോ. സൂര്യ പറഞ്ഞതും ഇവി കോൾ കട്ട് ചെയ്തു. സൂര്യ ഫോണിലേക്ക് ചിരിയോടെ നോക്കി. അവന്റെ ഒറ്റ നുണക്കുഴി വിടർന്നു വന്നു. ഹേം. അഗ്നി ഒന്ന് ചുമച്ചു. സൂര്യ പെട്ടെന്ന് ഗൗരവത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. പക്ഷെ അഗ്നിയുടെ ആക്കിയ ചിരി കണ്ട് സൂര്യയുടെ ചുണ്ടിലും ഒരു കള്ളച്ചിരി വിരിഞ്ഞു. എന്നാ ഞാൻ പോവാടോ, വിളിക്കാം. അതും പറഞ്ഞ് സൂര്യ ഒരിക്കൽ കൂടി അഗ്നിയെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് വിട്ടു. ഓക്കേടാ, ഞാൻ വിളിച്ചോളാം നിന്നെ. അഗ്നിയും പറഞ്ഞു. വിളിയൊക്കെ പിന്നെ, ആദ്യം ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. കയ്യിൽ നിന്ന് ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട്, പിന്നെ കവിളിലുണ്ട്. സൂര്യ അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ഓ ശരി സർ. അഗ്നി കളിയോടെ ചിരിച്ചു. സൂര്യ ചിരിയോടെ അവന്റെ വാഹനത്തിലേക്ക് കയറി. അപ്പോ എല്ലാരോടും ബൈ. സൂര്യ അപ്പൂനും വ്യാസിനും നേരെ കൂടി കൈവീശി. അവരും പുഞ്ചിരിയോടെ തലയാട്ടി. സൂര്യയുടെ വാഹനം അവിടെ നിന്ന് പോയി. തുടരും. പോവല്ലേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് ഈ സൂര്യവേദ ആരാന്ന് ഇവിടെ പലർക്കും അറിയുന്നുണ്ടാവില്ല അല്ലേ. പക്ഷെ എൻ്റെ സ്റ്റോറി വായിക്കുന്ന ചിലർക്കെങ്കിലും അറിയണ്ടാവും. ഈ സൂര്യവേദ എന്ന് പറയുന്നത് ഞാൻ എഴുതുന്ന വേറൊരു സ്റ്റോറിയിലെ ഹീറോ ആണ്. ഹീറോ എന്ന് പറയുമ്പോൾ ഞാനൊരു ബോയ്സ് ലവ് സ്റ്റോറി എഴുതുന്നുണ്ട്. ഞാൻ മുന്നേ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സ്റ്റോറിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനത്തെ ഒരു സീൻ എനിക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ എൻ്റെ സ്റ്റോറിക്ക് ഞാൻ തന്നെ പ്രൊമോഷൻ കൊടുക്കണമല്ലോ. പിന്നെ എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനത്തെ ഒരു സീനിൽ ഇവർ വരുന്ന നന്നായിട്ടുണ്ടാവും എന്ന് തോന്നി. എൻ്റെ സ്റ്റോറിയെല്ലാം എനിക്ക് ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ അവരെ നമ്മുടെ സ്റ്റോറിയിൽ ആഡാക്കാൻ കിട്ടിയൊരു അവസരം ഞാൻ പാഴാക്കിയിട്ടില്ല. ഇവിടെ വായിക്കുന്നവർക്ക് ആ സ്റ്റോറിയെ പറ്റിയിട്ട് അറിയാം, എങ്ങനെയാണ് ആ സ്റ്റോറി പോകുന്നതെന്ന് അറിയാം. ആ സ്റ്റോറി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നൊരു സ്റ്റോറി കൂടെയാണ്. നിങ്ങൾക്ക് സൂര്യവേദന അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞു തന്നത്. ഇന്നിപ്പോൾ ഇത് 4ാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ താങ്ക്സ് പറഞ്ഞു പോവാതെ പാർട്ടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ സന്തോഷമായേനെ.